ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടും കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല, എന്തോ കറി വെക്കാനാണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വേറെ ഒന്നുമല്ല, ഇന്ന് ഇത്തിരി കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കട്ടെ എന്ന് വച്ചിട്ട് മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ മുരിങ്ങ പറിക്കാനായിട്ട് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. എൻ്റെ മോനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനിക്ക് ഹോമിയോ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 3 ദിവസം ഇടവിട്ടിട്ട് ആശുപത്രി കാണിക്കാൻ പോകണം. അപ്പോൾ അത് പോയിട്ട് വന്നപ്പോൾ ഒരുപാട് നേരം വൈകി. അപ്പോൾ അവനിക്ക് കഞ്ഞി മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ, ചോറ് അങ്ങനെ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒരു ഇറച്ചി മീൻ മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല, അവനിക്ക് വേറൊരു കറി ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതെനിക്ക് കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം 2 കൊത്ത് മുരിങ്ങ ഒടിക്കാനായിട്ട് മുകളിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരുപാട് ഇത് പറിക്കേണ്ട കാര്യമില്ല, ഇത് ചെറുതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഉമ്മയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നേരമൊക്കെ വൈകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഞ്ഞിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഉമ്മ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല അന്ന് വേറൊരു ഭാഗത്തേക്കും കൂടി പോകണം. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ തിരക്കായി. അപ്പോൾ ഇന്ന് വേഗം ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മുരിങ്ങയൊക്കെ പറിച്ചവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി വലിയ ഇലയായിട്ടുണ്ട്, എങ്കിലും സാരമില്ല. അപ്പോൾ അത് 2 കൊത്ത ഒടിച്ചിട്ടുള്ളൂ, നമ്മൾ കുറച്ച് മാത്രമല്ല ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ ഊരി ഒന്ന് എടുക്കട്ടെ. പിന്നെ അവിടെ നല്ല കാറ്റാണ്, ഞങ്ങളുടെ ഭാഗത്ത് നല്ല കാറ്റായതുകൊണ്ട് അതിൽ അപ്പടി മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുകയും വേണം. അപ്പോൾ ഞാൻ 2 കൊത്ത് മുരിങ്ങയും അവിടെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാട്ടാ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ്സ് അറിയിച്ച സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കും. അപ്പോൾ കുറച്ച് ഒരു ക്രൈറ്റീരിയ മാത്രം കടന്നു കിട്ടിയാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് മുമ്പിലെത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് ആ ഒരു മുരിങ്ങയിലൊക്കെ നന്നായിട്ട് കഴുകണുണ്ട്. അതിൽ കണ്ടറിയും ഇപ്പുറത്ത് കുറച്ച് ആ വെള്ളത്തിൽ പൊടിയുള്ളത്. അപ്പോൾ ഞാൻ 2 തവണ കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അത്രയും പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 തവണ കഴുകി അവിടെ വൃത്തിയാക്കി വെച്ച്. ഇപ്പോൾ ഇതിൽ കല്ലും പൊടിയൊന്നും കാണില്ല. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകതരം ഒരു കാറ്റാണ്. ഈ മധുരനൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നും ഗൈസ്. കാരണം ഇവിടെ ഒരു പാടങ്ങളാണ്, ഫ്രണ്ടിൽ അപ്പടി പാടങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് കാറ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് വാതിലും ജനലൊക്കെ ഞങ്ങൾ എപ്പോഴും അടച്ചിടലാണ്, തുറക്കുകയല്ല ഈ കാറ്റ് കാലം കഴിയണവരെ. അപ്പടി പൊടിയാവും. അപ്പോൾ ആ കാറ്റ് ചില സമയത്ത് സുഖം തോന്നും, ചില സമയത്ത് ദേഷ്യം തോന്നും. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു കറിക്ക് ആവശ്യമില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും മുട്ടത്തോരൻ പെട്ടെന്ന് മുരിങ്ങയില വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണെന്ന്. അപ്പോൾ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളകുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തത് വലുത്. പിന്നെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഇല്ലി വെളുത്തുള്ളി, പിന്നെ കോഴിമുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ 2 കൊത്ത് മുരിങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ 2 കോഴിമുട്ട ചേർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ സവാളയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുരിങ്ങ കൊണ്ട് ഒരു മുരിങ്ങ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ പാലക്കാട് ഭാഗത്ത് കൂടുതലും മുരിങ്ങ ഉപ്പുവെള്ളമാണ് കഴിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലമൊക്കെ ആകാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുലർച്ചയ്ക്കൊക്കെ അണിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ ഒന്നും വായിലേക്ക് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മുരിങ്ങ ഉപ്പുവെള്ളമാണ് ഉണ്ടാക്കുക. അത്
അത് ആ ഒരു വീഡിയോ നന്നായി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നമ്മളിപ്പോൾ ഈ സവാളയൊക്കെ വഴറ്റിയില്ലേ, അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അതിൻ്റെ ഇടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച മുരിങ്ങ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുരിങ്ങ ഇല ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. സവാളയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു മുരിങ്ങയില ചേർത്തിട്ട് ഒന്നിങ്ങനെ പൊത്തി വയ്ക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് വലിയ മൂടിയും കൊണ്ട് മൂടാണ്ട് അതിങ്ങനെ നല്ല പൊത്തി വെച്ചാൽ മാത്രമാണ് പെട്ടെന്ന് വേഗമുള്ളൂ. നമ്മളിപ്പോൾ എണ്ണ അതിലായതുകൊണ്ട് പെട്ടെന്ന് വേഗം പ്രയാസമുണ്ട്. ആവിയിൽ വേവിക്കുക, അതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ വേഗം ആകും. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുണ്ട് വേകാനായിട്ട്. അപ്പോൾ 2-3 തവണ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അത് വേകും. അപ്പോൾ ഞാൻ 2-3 തവണ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് മുട്ട ഉടച്ച് സെറ്റാക്കി വെച്ചിട്ട് അതൊഴിച്ചാലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് ഈ ഒരു തോരനിലേക്ക് ഇങ്ങനെ ചേർത്താണ്. അപ്പോൾ കുറച്ച് മുരിങ്ങ ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ തോന്നിക്കും, നമ്മൾ മുട്ടയൊക്കെ ചേർക്കണത് കൊണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കഞ്ഞി. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെന്താ വിചാരിക്കും കഞ്ഞി തന്നെയാണോന്ന്. കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് അവനിക്ക് ചോറൊന്നും ഉണ്ണാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വീട്ടിൽ പിന്നെ ഇക്കിയില്ല, പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലും പോയിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടി എന്തിനാ ചോറ് ഊറ്റിയിട്ട്, അപ്പോൾ അവനിക്കൊരു വിഷമമാകില്ലേ എന്നുള്ളതിൽ. എന്ത് കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ അവനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വല്ലാത്ത വിഷമമുണ്ട്. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള അതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആർഭാടത്തിൽ കഴിക്കുമ്പോൾ അവന് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? ഞാനൊരു വ്ളോഗ് പോലെയാണ് ചെയ്യണത്, അതുകൊണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വരുമ്പോഴേക്കിനും കഞ്ഞിയൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. സമയം 2:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. മുരിങ്ങ ഊരേണ്ട ആ ഒരു നേരം മാത്രം മതി കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ലെങ്ത് ആയിന്നേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.